ഞങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് വരാം. സഞ്ചി എത്ര സഞ്ചി പഞ്ചാര ഉണ്ടത്ര പഞ്ചാര കാണുക. ഇതിന് മാത്രം പഞ്ചാര ഇവിടുന്ന് അടി. അരി വാങ്ങണം, പച്ചരി വാങ്ങണം, ഗോതമ്പ് വാങ്ങണം, പഞ്ചാര വാങ്ങണം, കുറേ ഉണ്ട്. പോണവളെ സഞ്ചി ഉണ്ടോ? ഇതിലാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സഞ്ചി ഉണ്ട്. വെറുതെ പറയാണ്. അതല്ല ഞങ്ങൾ നടന്നിട്ടാ പോണേ. ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവുമോ? എന്നാലും ഒരു മുട്ടായി ഒന്നും വേണ്ട, ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും നടക്കാം കേട്ടോ. അങ്ങനെ വണ്ടിയൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാ പോകും. ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ വിളിച്ചിട്ട് വരും കേട്ടോ. അതപ്പോൾ അതില്ലേ ഏതാന്നറിയില്ലേ, കാലൊന്ന് കഴുകിട്ട് ചെരുപ്പൊന്നും കഴുകിട്ടില്ല. അതൊന്നും സാരില്ല, എല്ലാരും കാട്ടാൻ്റെത്. എന്താ അതിൽ നോക്കണമ്മോ, സഞ്ചിയൊക്കെ എടുത്തില്ല. അത് ഞാൻ അവിടെ ചെന്നൊരു റേഷൻ കാർഡ് ഉണ്ടാവില്ലേ, അതന്നെ മതി. ക്ഷീണിച്ചോ നടന്നിട്ട്? അതെ, വണ്ടിമ്മ ഇരുന്നിരുന്നിട്ടേ ഇപ്പൊ നടന്നു നോക്കുമ്പോ ക്ഷീണം. ആദ്യമൊക്കെ ഞാൻ സ്കൂളിൽ നടന്നിരുന്നു, ആകുമ്പോഴത്തേക്കും അനുഭവം. അതെ, കുറച്ചൊക്കെ ക്ഷീണിക്കണം. നല്ലത് ശരിക്കും പറയണെങ്കിൽ നല്ല ക്ഷീണം കേട്ടാ. ഗന്നാസും കടലാസും പോലെ ഈ ബൈക്കുമ്പോ പോയിട്ടേ എപ്പോഴേലൊക്കെ നടക്കുമ്പോ നല്ല ക്ഷീണാണ്. ആരെങ്കിലും പറയാം റേഷൻ കട പോകാൻ ഇത്ര സെറ്റപ്പില്. അതല്ലേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിലേ ശരിക്കും നമ്മൾ നടക്കണം. എപ്പോഴേലും നടക്കുമ്പോഴാണ് അതിൻ്റെ ഇതറിയുള്ളൂ. ക്ഷീണുണ്ട് ഗൈസ്, നല്ല ക്ഷീണുണ്ട്. എൻ്റെ മുഖം കണ്ടിട്ട് പറയുന്നുണ്ട് എനർജിയാണെന്ന്. ഗൈസ് ഇപ്പൊ പോണ വഴിക്ക് ഒരു ചെമ്പരത്തി പൂ എടുത്തിട്ട് തലയിൽ വെച്ചിട്ടുണ്ടാണ്. ഇങ്ങനത്തെ പണ്ടത്തെ നടുമാര് ഇങ്ങനെ റോസാപ്പൂ ഒക്കെ വെക്കൂലേ, നല്ലതാ. സ്ഥിരമായിട്ടുണ്ട് വെച്ചോട്ടോ. അതെ, ചെമ്പരത്തിയും ഒരേപോലെ. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് വഴി നടക്കണ്ട്. ഞങ്ങളവിടുത്തെ പാടം എത്താനായി. പാടം നടന്ന് ക്ഷീണിച്ച് ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഇനി നടക്കാണ്ട്. ഇങ്ങനെ നമ്മളെ പാടത്ത് എന്ത് ഭംഗിയല്ലേ. ആ വെയില ഉദിച്ചു നോക്കുമ്പോഴേ മഴ